എന്റെ കൊച്ചിന് ഇത് ഐഷാഡോ പാലറ്റ് ആയിട്ടാണ് ഇതിന് ഫീൽ ചെയ്യുന്നത്. അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാനത് വാട്ടർ കളർ വന്ന് പറഞ്ഞിട്ട് അവൾക്കത് വിശ്വസിനേമില്ല. അവള് ഒരമ്മ പറ്റിയ ചമ്മയും വരും കൊച്ചുമോളുമായിട്ട് ഇരിപ്പുണ്ടോ രണ്ടുപേരും. പ്ലേ ഏരിയയിൽ പ്ലേ സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് നമ്മള് ഫ്രോസൺ തീമിന്റെ സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചേക്കണേ. അതിന്റെ ഇടയിൽ കൂടി കിരണ കുത്തിപ്പിടിച്ച് വാങ്ങിച്ചതാണ് ഈ ക്രയോൺസ്. അമ്മ സത്യം പറഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ തൊഴാനോ വേറൊന്നും നിങ്ങൾ നോക്കില്ല. ഞങ്ങൾ ശ്രദ്ധ ഈ പോണത്തുകാർക്ക് വികാരമില്ലാത്ത ആൾക്കാരെ മനസ്സിലാവരില്ല. ഇങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. Hey my angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Tash and welcome to yet another vlog from Cochin, Kerala, India. അപ്പോൾ മിണ്ടാതിരിക്കോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ബൈദവേ നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. മഴയും അലേർട്ടും ഒക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നമ്മളും തിരിച്ചു പോകാൻ വേണ്ടി ആയി വരികയാണ്. നമ്മൾ പോണ വഴി എന്തൊക്കെയൊക്കെ അവിടെ റോഡ് പിളർച്ചയും റോഡ് മുടക്കങ്ങളും മണ്ണിടിച്ചിലും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഹോപ്പിംഗ് എവറിത്തിങ് വിൽ ബി ഓക്കെ സൂൺ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞങ്ങളിവിടെ വന്നതിന് സമ്മർ ഹോളിഡേയ്സിലാണെങ്കിൽ വന്നെങ്കിലും ഇപ്പോൾ നമുക്കിവിടെ മഴയൊക്കെ ഉണ്ട് നല്ലോണം. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ എത്ര മഴ പെയ്താലും തണുക്കത്തില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് മനസ്സിലാവുന്നില്ല. പെരുമഴ പെയ്യുന്നുണ്ട്, ഡേയും നൈറ്റും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ മഴ പെയ്ത് നിൽക്കുന്നുണ്ട് കണ്ടിന്യൂസ്ലി. എനിക്കൊണ്ട് ഞങ്ങൾ വന്നിട്ട് എല്ലാ ദിവസവും ഒരാഴ്ചയ്ക്ക് മേലായിട്ട് എല്ലാ ദിവസവും രാത്രി മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു ഫാക്ട്, എത്രയൊക്കെ മഴ പെയ്താലും നമ്മുടെ നാട് തണുക്കില്ല. എത്ര മഴ പെയ്താലും എനിക്ക് മനസ്സിലാവുള്ള എന്തൊരു ഹ്യൂമിഡിറ്റിയും എന്തൊരു ചൂടുമാണ്, ഒട്ടും തണുക്കില്ല. അത് വർഷം പോകും തോറും അത് കൂടിക്കൂടി വരുന്നുണ്ട്. അല്ലാണ്ട് വർഷം പോകും തോറും അത് കൂടിക്കൂടി വരുന്നുണ്ട്. ആ ഒട്ടും തന്നെ ഒരു കോംപ്രമൈസിനും തയ്യാറല്ലാത്ത പോലത്തെ ഒരു ചൂടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ എന്നും ഈ മഴ പെയ്തിട്ട് മേസിയൊക്കെ ഇട്ടാണ് കിടന്നുറങ്ങുന്നത് രാത്രി. അത്രയ്ക്കും റെഡി ആവുമ്പോൾ പുറത്ത് പോകുമ്പോഴത്തേക്കും റെഡി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ AC ഇട്ട് റെഡി ആവാൻ പറ്റത്തുള്ളൂ. അത്രയും ഒരു തണുപ്പിന്റെ ഒരു മീൻസ് ചൂടിന്റെ ഒരു സിറ്റുവേഷൻ ആണ്. എന്നാൽ പാരലലി ബാംഗ്ലൂർ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ഇതുപോലെ തന്നെ എല്ലാ ദിവസം മഴ പെയ്തിട്ട് അമ്മ പറഞ്ഞു അവിടെ തണുപ്പായി കഴിഞ്ഞു എന്ന് പറഞ്ഞു. നിർത്തു, അപ്പുറത്ത് പോയി കളിച്ചേ. ഈ മുറിയിലിരുന്ന് ഈ ജന്തുക്കളുടെ കളിയുടെ ഇടയിൽ നിന്ന് വ്ളോഗ് ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അപ്പുറത്തെ മുറിയിലേക്ക് പോവുകയാണെന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മളുടെ ബാംഗ്ലൂർ നമ്മൾ ഇവിടെ മഴ പെയ്യണ പോലെ തന്നെ അവിടെ മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നു. ഒരു മേ ബി ഒരു 4-5 ദിവസമായിട്ട് എല്ലാ ദിവസവും അവിടെ മഴയുണ്ട്. മഴ പെയ്തിട്ട് അവിടെ അമ്മ പറഞ്ഞ് തണുപ്പായി ഓൾറെഡി, രാത്രി ഒന്നും ഫാനൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളുടെ ഇവിടെ എന്തൊരു ചൂടാ, ഇവിടെ ഫാനല്ല, ഇവിടെ AC ഇട്ടിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും കിടക്കുന്നതും ഇരിക്കുന്നതും എല്ലാം ചെയ്തതും. അത്രയും ചൂടാണ്. അപ്പൊ നമ്മൾ തണുക്കുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പൊ ഞങ്ങൾ ഇന്ന് 20-ാം തീയതി എന്താ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണിക്കുട്ടിക്ക് സ്കൂൾ ഷൂസ്, അണ്ടർ ഗാർമെന്റ്സ്, പിന്നെ സ്നാക്ക് ബോക്സ്, അങ്ങനത്തെ സ്കൂൾ കുറച്ച് എസെൻഷ്യൽസ് ഉണ്ടല്ലോ, അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പോലെ തന്നെ മിക്കവാറും പോത്തീസിലൂടെ തന്നെയാണ് പോകുന്നത്. മിക്കവാറില്ല, പോത്തീസിലൂടെ തന്നെയാണ് പോകുന്നത്. ഇവിടെ അടുത്ത് പോത്തീസാണുള്ളത്. പിന്നെ അധികം തിരക്കുമില്ല, ഭയങ്കര പ്രൈസിയും അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഇവന്റെ സ്കൂൾ ഷൂസ് ഒക്കെ നമ്മൾ പോത്തീസിന് വാങ്ങിച്ചത്. ആക്ച്വലി ഇവരുടെ സ്കൂളിൽ കുറച്ച് വിഷം കെട്ടൊക്കെ ഉണ്ട്. അതായത് നൈക്കി തന്നെ ഇടണം. അപ്പൊ സ്കൂളിന്റെ നമ്മൾ യൂണിഫോം മെഷർമെന്റ് ഒക്കെ എടുത്തു തുടങ്ങുമ്പോൾ നൈക്കിന്റെ സ്റ്റോളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ 2 തവണ വാങ്ങിച്ചു. ദെൻ വി ഫൗണ്ട് ഇറ്റ് ലൈക്ക് ഇറ്റ് ഇസ് അൺനെസസറി എക്സ്പെൻസ്. ബിക്കോസ് 5000 രൂപയുടെ ഷൂസ് LKG-യിലും UKG-യിലും പഠിക്കുന്ന ഒരു കുട്ടിയുടെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ സ്കൂളിൽ ചേർത്ത സമയത്ത് നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ട് നമ്മളോട് ഇത് കമ്പൽസറി ആയിട്ട് വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ LKG-യിൽ വാങ്ങിച്ചു. പിന്നെ 5000 രൂപയുടെ ചെരുപ്പ്, ഇറ്റ്സ് ടു മച്ച്. ആൻഡ് ഇവര് കുറെ നാൾ മുന്നേ മെഷർമെന്റ് എടുക്കും. അപ്പൊ നമുക്ക് സ്കൂൾ തുറക്കുന്ന സമയത്തിനോട് നമുക്ക് ഷൂസ് കിട്ടി കഴിയുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ കുറച്ചൊരു പകുതി വർഷമാവുമ്പോൾ ടൈറ്റ് ആവാൻ തുടങ്ങും. എന്നിട്ട് നമ്മൾ നോർമൽ 600 രൂപയുടെ 500 രൂപയുടെ അല്ലെങ്കിൽ 800 രൂപയുടെ ചെരുപ്പ് വാങ്ങേണ്ടി വരും. അങ്ങനെ 2 തവണ സംഭവിച്ചു. അതായത് നമ്മൾ നൈക്കി 2 തവണ ഓർഡർ ചെയ്തു. ലോക്ക്ഡൌണിന് ശേഷം നമ്മൾ പിന്നെ ഒരു പ്രാവശ്യം ഓർഡർ ചെയ്തതിന് ശേഷം സ്കൂൾ പകുതി ആകുമ്പോഴത്തേക്കും വന്നത് ടൈറ്റ് ആയിട്ട് പിന്നെ നമ്മൾ നോർമൽ ഷൂസിലേക്ക് മാറാൻ തീരുമാനിച്ചത്. അപ്പോൾ അവർ കമ്പൽസറി ഒക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് നമ്മൾ ഏൺ ചെയ്യുന്ന ഞങ്ങൾക്ക് പോലും ഇല്ല നൈക്കിന്റെ ഷൂസ് എന്നുള്ളതാണ് സത്യം. ബ്രാൻഡഡ് ഷൂസ് ഒന്നും ഇല്ല. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ദാറ്റ് ഈസ് നെസസറി എക്സ്പെൻസസ് ആണ് അതൊക്കെ സ്കൂളിൽ ചിലപ്പോൾ നമ്മൾ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല എന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പൊ ഒരു കുറച്ച് നാളായിട്ട് 2-3 വർഷമായിട്ട് നമ്മൾ നാട്ടിൽ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നോർമൽ ബ്ലാക്ക് ഷൂസ് ആണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങിന് വേണ്ടിയും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. റെഡി ആയിട്ടില്ല. ഞാനിപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാണ് കുളിക്കുക. ബിക്കോസ് എങ്ങനെ വന്നിട്ട് രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വേർത്ത് വൃത്തികേടാവുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ പിള്ളേരാണെങ്കിലും നമ്മൾ വൈകുന്നേരം പുറത്തോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ രാവിലെ കുളിക്കുള്ളൂ. അല്ലാണ്ട് രാവിലെ പുറത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ രാത്രി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് കുളിക്കണം. എൻ്റെ ആവശ്യമുള്ള എനിക്ക് കഴിഞ്ഞ് 2 പ്രാവശ്യം കുളിക്കുന്ന ഇഷ്ടമല്ല, വേറെ സത്യം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേഗം തന്നെ റെഡി ആവാം. റെഡി ആയിട്ട് നമുക്ക് ഇറങ്ങാം. എവിടെ കാണിച്ചു നിന്റെ അംബ്രല കാണിച്ചേ? തുറക്കടാ തുറക്കടാ. ഓ എന്റെ ദൈവമേ, കൊടുക്കടാ. എന്റെ ദൈവമേ, ടോമാഞ്ചേരി. എടാ അവനത് കയ്യിന്ന് പിടിക്കടാ. കേറ്, എന്നിട്ട് വേണം എനിക്ക് ഗേറ്റ് തുറക്കാൻ. കേറ്. നീ പൂട്ടണ്ട, ഞാൻ പൂട്ടിക്കോളാം. കേറ്, കാല് മാറ്റ്. ഞാൻ അതുങ്ങളെ അകത്താക്കിയതിന് ശേഷം ഗേറ്റ് തുറക്കാൻ പോവാണ്. ഗേറ്റ് തുറക്കട്ടെ. യെസ്, പോയാലോ? ഷോപ്പിംഗ്, സ്കൂൾ ഷോപ്പിംഗ് പോവാം. യെസ്, നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യം വാവനെ ഇനിയിപ്പോൾ പ്ലേ സ്കൂളിൽ ചേർക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി അവൾക്കൊരു എൽസ തീംഡ് ലഞ്ച് ബോക്സ് എടുത്തു. അത് നമ്മൾ ബ്രോഡ്വേയിൽ ഇന്നാൾ പോയപ്പോഴത്തേക്കും ഫുള്ള് തപ്പിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു. സോ അവിടെ കുറേ പോയി തപ്പിയപ്പോഴത്തേക്കും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ നിന്ന് കിട്ടി, വിച്ച് ഈസ് വെരി ഗുഡ്. ഇനി നമ്മൾ ഉണ്ണിക്കുടിക്ക് ഷൂസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് മുകളിലേക്ക്. സൂഷ് ബനിയനാണ് എടുത്തേക്കണത് ആദ്യം, സ്കൂൾ ബനിയൻ. യെസ്, ഇപ്പം നമ്മൾ എന്താ പിള്ളേർക്ക് അല്ലാണ്ട് ഇടാനുള്ള കുറച്ച് ടീഷർട്ട്, ഉണ്ണിക്കുട്ടിക്കൊക്കെ ടീഷർട്ട്സ് വെക്കേഷനൊക്കെ നിന്നിട്ട് വീട്ടിൽ നിന്ന് രസിച്ചിട്ട് ടീഷർട്ട്സൊക്കെ ഇപ്പോൾ ടൈറ്റായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ടീഷർട്ട്സ്, വാവയ്ക്ക് 1-2 ടോപ്പ്. അത് ഇവന് എടുത്തതുകൊണ്ട് എടുത്തിട്ടുണ്ട്. അവൾക്ക് ഓൾറെഡി ഡ്രസ്സൊക്കെ ഉണ്ട്, പിങ്ക് ചേച്ചി കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവനിങ്ങനെ പാൻസ് വേണം എന്നാണ് വീട്ടിലിടാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ കുറച്ച് നമ്മൾ വാങ്ങി, കാഷ്വൽ സാധനങ്ങൾ. പിന്നെ അത് വാങ്ങി. ഇനി നമ്മൾ പിന്നെ ഷൂസ് വാങ്ങിക്കാൻ വേണ്ടി 6th ഫ്ലോറിലേക്ക് പോവാണ് കേട്ടോ. ഷോപ്പിംഗ് ആണ് ഇവിടെ തകൃതിയായിട്ട്. നമ്മൾ ഷൂസ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ട, എനിക്ക് വെള്ള ഷൂസ് കണ്ടിട്ട് കൊതിയാവാണ് ഇടാൻ ഷൂസ്. എനിക്ക് ഇങ്ങനത്തെ ഷൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര രസമല്ലേ ഈ ഷൂസ് കാണാൻ. പണ്ട് എൻ്റെ സ്കൂളിൽ ഇതായിരുന്നു ഷൂസ്, മനസ്സിലായി, ഇങ്ങനത്തെ ഷൂസ് ആയിരുന്നു. ഐ ജസ്റ്റ് ലവ് ദിസ് ഷൂസ്. ഇവനിപ്പോൾ എന്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്താ ഇവിടെ പരതണേ? എന്താ പരതണേ? കവറിന് ക്രയോൺസ് വീട്ടിൽ പോയിട്ട് കേട്ടോ. ഞാനും ഉണ്ണിക്കുട്ടിയും കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവളൊക്കെ ഇടണ പാട്ടിലാക്കി ഫ്രോസൺ തീമിൻ്റെ ക്രയോൺസും എന്തൊക്കെയൊക്കെ വശത്താക്കിയിട്ടുണ്ട്. ഒരാവശ്യമില്ലാണ്ട് ഓരോ കാര്യങ്ങൾ, കുഞ്ഞിപ്പണിൻ്റെ ഒരു കാര്യങ്ങൾ. വൈറ്റ്. ഞാൻ ഇവൾക്കും കൂടി അങ്ങനത്തെ ഷൂസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇവൾക്ക് ചില ഡ്രസ്സിൻ്റെ കൂടെ വൈറ്റ് ഷൂസ് നന്നായിട്ട് ചേരും. നമ്മൾ അല്ലാണ്ട് ഷൂസ് നോക്കിയിട്ടില്ല. ഇങ്ങനത്തെ വൈറ്റ് ഷൂസ് കാഷ്വൽ വെയർ ഇല്ലേ, നമ്മൾ ജസ്റ്റ് ഡ്രസ്സിൻ്റെ കൂടെ ഇടുന്നത്, അത് നോക്കിയിട്ട് ഒട്ടുമില്ല, അതായത് സൈസില്ല. അപ്പോൾ ഞാൻ അവിടെ ഇതാവുമ്പോൾ അത് യൂണിഫോം ഷൂസാണ്, ബട്ട് സ്റ്റിൽ അത് നല്ല ഭംഗിയുണ്ട്. വൈറ്റ് ആയതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ അത് വാങ്ങിക്കാം. നമുക്ക് നല്ല DIY വേണമെങ്കിൽ ചെയ്യാമല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ പുള്ളി സൈസ് എടുക്കാൻ വേണ്ടി പോയേക്കണം. എന്തായി കിട്ടിയാ? കൺഫ്യൂഷനാണോ സൈസ് അവന്? നമ്മളിവിടെ ഷൂസിൻ്റെ സെക്ഷനിൽ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ അവിടെ വന്നിട്ട് ഒരു സ്റ്റീം അയൺ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് നാളായി കണപ്പൻ സ്റ്റീം അയൺ വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റീം അയൺ വാങ്ങിച്ചിരിക്കുകയാണ് ഫിലിപ്സിൻ്റെ. പിന്നെ അതും കൂടി വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. എനിക്ക് ആക്ച്വലി ഈ ന്യൂട്രി ബുള്ളറ്റ് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇതിനാകെ 1700 റുപ്പീസും ഉള്ളൂ. പക്ഷേ ഇനി ഇതും കൂടി കൊണ്ട് നമ്മുടെ അടുക്കളയിൽ പ്രതിഷ്ഠിക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അമ്മ വാങ്ങണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മീഷോന്ന് വാങ്ങിച്ച ഈ ജാറ് മാത്രം ഉണ്ടല്ലോ, നമ്മൾ എക്സ്ട്രാ നമ്മുടെ മിക്സിയിൽ ഫിറ്റ് ചെയ്യണത്, അതിനെക്കൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ അതിനധികം ബ്ലേഡിന് അങ്ങനെ അധികം പവറില്ല. ഈവൻ പഴം വരെ അത് അടിയാൻ ഭയങ്കര പാടാണ്, മനസ്സിലായോ? പിന്നെ അതിൻ്റെ ചെറുതൊന്നും നമുക്ക് മസാലയൊന്നും അടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര വീക്കാണത്. ഞാൻ വാങ്ങിയാലെന്ന് വിചാരിച്ചു. പക്ഷേ ഈ സാധനം കൊണ്ട് നമുക്ക് അടുക്കളയിൽ ഇനി വെക്കാൻ സ്ഥലമില്ല. അപ്പം അമ്മ പറഞ്ഞു ഇപ്പം വാങ്ങണ്ട, പിന്നെ വാങ്ങിക്കാം, മനസ്സിലായി. ഇത് PG ആണ്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സോടെ ഇതിനെ വിട്ടിട്ട് വരികയാണ്. വൈഡ ഒരാൾ ഒക്കത്ത് കയറിയിരിക്കണമൊക്കെ നടന്ന് ടയർഡായിരുന്നു. കുറച്ചൊരു ഉണ്ണിക്കുട്ടി എടുത്തല്ലേ? അല്ലേടാ എടുത്താ? നീ കുറച്ച് എടുക്കാൻ പറ്റില്ല, എടുത്തരാ. ഒക്കത്ത് കയറിയിരിക്കാം. എന്നാ ചേട്ടനെടുക്കും ചെല്ലേ. എന്ത് പറ്റി? ടയർഡായാ നടന്നത്? ഇവൾക്ക് ഞാൻ പറഞ്ഞില്ലേ ആ ബ്ലാക്കും വൈറ്റും ഷൂസ് എടുത്തിട്ടോ. ബിക്കോസ് അങ്ങനത്തെ സാധാരണ ഷൂസ്, അതായത് മറ്റുള്ള ഡ്രസ്സിൻ്റെ കൂടെ ഇടുന്ന നല്ല കുറച്ച് ഇച്ചിരി ഫാൻസി വരുന്ന ഷൂസ് 500-600 പ്ലസ് മേളിലേക്കാണ്. ഇത് 320 rupees ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 വാങ്ങിച്ചു. വൈറ്റിന് വൈറ്റുമായി, ബ്ലാക്കിന് ബ്ലാക്കുമായി. പെട്ടിയാ പോയിടന്നു. അപ്പോൾ ബ്ലാക്കിനും ബ്ലാക്കുമായി, വൈറ്റിനും വൈറ്റുമായി. വേണമെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു വെച്ച് വെച്ചില്ല കുറച്ച് DIY ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ അടിപൊളി ചെരുപ്പ് പോയത്. അപ്പോൾ അങ്ങനെ ഞാനത് ബുദ്ധിപരമായി അത് നീങ്ങിച്ച്. ഇവൾക്ക് അവിടെ അറിയാമല്ലോ, നമുക്ക് ഓൺലൈനാണെങ്കിലും അവിടുത്തെ ഷോപ്പിലൊക്കെ പോയിട്ട് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോയാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. 1000 രൂപയൊക്കെയാണ് ചെരുപ്പിന്. എനിക്കറിയാൻ പറ്റില്ല ഈ പൊടി പിള്ളേർക്ക്. അപ്പോൾ ഇത് അത്യാവശ്യം ഞാൻ ബുദ്ധിപരമായി നീങ്ങിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിവിടെ സാരി സെക്ഷനിലേക്ക് വന്നതാണ് അമ്മായിക്ക് സാരി വാങ്ങിക്കാനായിട്ട്. അമ്മായിക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ 1-2 സാരീസൊക്കെ നോക്കി ഞാനും ഇതിൻ്റെ കൂടെ ഒരു സാരി എടുത്തു. കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ബില്ല് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയത്. ഞാൻ ഷോപ്പ് ചെയ്യണതിൻ്റെ ഇടയിൽ, സാരി പ്രത്യേകിച്ച് ഷോപ്പ് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി മറന്നുപോയി. പക്ഷെ കുറേ നല്ല രസമുള്ള ചന്തേരി സാരികളും മറ്റേ മൾക്കോട്ടൺ സാരീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇങ്ങനെയാണ്. ഞാൻ പിന്നെ അങ്ങനെ കടിച്ച് അമർത്തി ആകെ 2 സാരി ഒരു അല്ലേട്ടാ ഒരു സാരി എടുത്തോളൂ ഡാഡി. എനിക്ക് മതിയല്ലേ? ഇതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് സാരി. ഏകദേശം ഇതുപോലത്തെ ഒരു സാരിയാണ് എടുത്തത്. ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാമേ. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുള്ള സാരിയാണ്. അത് എന്തൊരു കംഫർട്ടബിൾ ആണെന്നറിയോ? ഇന്ന് നമ്മൾ ചിലപ്പോൾ ചോറ്റാനിക്കരയിൽ മഴ ഇല്ലെങ്കിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ റെഡ് ബ്ലൗസ് കൊണ്ടുവന്നില്ല. റെഡ് ബ്ലൗസ് കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് ഈ സാരി എടുത്തിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാനില്ല. റെഡ് ബ്ലൗസും കൊണ്ടില്ല, വൈറ്റ് ബ്ലൗസും കൊണ്ടുവന്നില്ല. വെറുതെ ഒരു ആവശ്യം 2 ബ്ലാക്ക് ബ്ലൗസും കൊണ്ടുവന്നത്. ഏട്ടാ വാങ്ങിച്ചോ? ഞാൻ തപ്പി മടുത്ത ഒരു സാധനം. എനിക്ക് ഈ പ്രിന്റ് തന്നെ വേണം. ഫൈനലി നമുക്ക് ഞാനിവിടെ നിന്ന് നല്ല രസമുള്ള മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിറച്ച് നല്ല ഭംഗിയുണ്ട്. ഞാനപ്പോൾ ഈ ബ്രൗൺ എടുത്തു, ഈ കട്ട് പ്രിന്റ് എടുത്തു, പിന്നെ ഇത് നോക്കി നല്ല സ്ട്രോബെറി പ്രിന്റ് നല്ല ഭംഗിയില്ലേ. 3 പ്രിന്റ് എടുത്തു. നല്ല രസമുണ്ട്. നിറയെ കളേഴ്സും ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. നിറച്ച് ഞാൻ അടിപൊളി ഓപ്ഷൻസ് ആണ് ഉള്ളത്. എൻ്റെ തുണി കണ്ടിട്ടുള്ള എൻ്റെ വട്ട് കണ്ടിട്ട് ഇവിടുത്തെ ചേട്ടൻ എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് സ്പെഷ്യൽ എൻട്രി തന്നു. എന്നിട്ട് അവിടെ കുറച്ച് ഡിസ്പ്ലേക്ക് വെക്കാത്ത കുറച്ച് മെറ്റീരിയൽസ് വേറെ ഉണ്ട്. എനിക്ക് അതും കൂടി കാണിച്ചു തന്നു. വേണമെങ്കിൽ മുളതും കൂടി എടുത്തു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഇതൊക്കെ ഞാൻ തൽക്കാലം ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അന്ന് ഞാൻ 6 തുണിയാണ് അന്ന് ഞാൻ എടുത്തത്. അതിൻ്റെ 2 ഞാൻ തയ്ച്ച് കൊളാക്കി. അത് വേറെ കഥ. ഞാൻ തന്നെ തയ്ച്ച് കൊളാക്കി. എൻ്റെ ബാക്കി ഞാൻ 2 തയ്ക്കാൻ കൊടുത്തു. എനിക്ക് 1 കൂടിയൊക്കെ തയ്ക്കാനുണ്ട്. അപ്പം എല്ലാം കൂടി ഇത്തിരി പണിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല തൽക്കാലത്തേക്ക്. ഇപ്പോൾ ഇവിടുന്ന് 3 മെറ്റീരിയൽ എടുത്തു. നല്ല രസമാണ് കേട്ടോ. ഇവിടെ മറ്റേ കോട്ടൺ മെറ്റീരിയൽസിൻ്റെ ഭയങ്കര നല്ല കളക്ഷൻ ഉണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നേക്കണം ഇവരുടെ തന്നെ. ഇനി ഇവിടുത്തെ യുദ്ധം കൂടി കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകും. അയ്യോ എനിക്ക് വിശക്കുന്നു. ഒരു കട്ട്ലറ്റ് വാങ്ങി തന്നു കൊള്ളപ്പൻ. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അത് കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കഴിപ്പിച്ചാൽ കാണാം. എന്താട്ടാ കാണിച്ചേട്ടാ? തിരിച്ച് കാണിക്കും. ഓ മാൽക്കിസ്റ്റിൻ്റെ ഡബിൾ ചോക്ലേറ്റ് ക്രഞ്ചി ലെയർഡ് ബിസ്ക്കറ്റ്. എത്രയാണ്? ഓഫറില്ല? കഴിഞ്ഞിട്ട് ഓക്കെ നോക്കാം. അയ്യോ വയ്യായേ. വയ്യാന്ന് വെച്ചാൽ അയ്യോ മതിയായിട്ടോ. എനിക്ക് വിശന്നിട്ട് തലവേദന എടുക്കുന്നു. എന്തായിട്ട് സമൂസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കത് കഴിച്ചിട്ട് നമുക്ക് പോവാം. ഇനി നമുക്ക് മുകളിൽ പോയിട്ട് അവിടെ നിന്ന് സാരി വാങ്ങിച്ചതിൻ്റെ ബില്ലും അടച്ച് മെറ്റീരിയലിൻ്റെ ബില്ലും അടച്ചിട്ട് അതും കളക്ട് ചെയ്ത് ബാക്കി ബാഗ്സും എടുത്തിട്ട് നമുക്ക് ഓടാം. മതിയായി. അല്ലേ കുഞ്ഞി? അറിയില്ല, നമുക്ക് ഡയറി എടുത്ത് പോയി അറിയില്ല. വാവയ്ക്ക് ഇവിടെ ഇങ്ങനെ ബുക്കൊക്കെ വെച്ചേക്കണത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് നിങ്ങൾ കാണാൻ വന്നതാ അല്ലേ? അല്ലേടാ? അവനിപ്പോ ബുക്ക് എടുക്കണമെന്ന്. ഞങ്ങള് കിരണും ഉണ്ണിക്കുട്ടിയും കൂടി വണ്ടിയായിട്ട് വരണത് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാണ്. നമ്മളിവിടെ എൻട്രൻസിന് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവർ നമ്മളെ വന്ന് പിക്ക് ചെയ്യും. സോ അതിനു വേണ്ടി നമ്മളിവിടെ കാത്തിരിക്കുകയാണ്.
യെസ്, ഞങ്ങൾ അങ്ങനെ ഒരു കണക്കിന് വണ്ടിക്കകത്ത് കയറി ഇതേ പിന്നെ ടയേർഡായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ ഷോപ്പ് ചെയ്യാൻ ഇറങ്ങുന്നത് ഭയങ്കര തലവേദന. ഈവൻ ദോ ഉള്ളിലാണെങ്കിൽ കൂടി നമ്മള് നെസ്കഫേന്റെ ഹേസൽനട്ട് ഫ്ലേവേർഡ്, ഞാൻ ഒരു മിനിറ്റ് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. യെസ്, അപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് ആക്ച്വലി ഗുഡ്. ഇതിന്റെ പല ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ഇന്റൻസ് കോൾഡ് കോഫി എന്ന് പറഞ്ഞ സംഭവത്തിന് ഇവിടെ 50% ഓഫ് ഉണ്ട്. 45 റുപ്പീസ് ഉള്ളൂ. അതിന്റെ ഇടയിൽ കൂടെ ഓഫറും ഉണ്ട്. അപ്പൊ ഞാൻ അതും വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്, നമ്മളുടെ കവറുകളും നമ്മുടെ കണ്ണപ്പനും എടുത്തോളൂ. ഓരോന്നെടുത്താ. അങ്ങനെ നമ്മൾ എത്ര മണിക്കാ 2:15 വീട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ പിന്നെ കാണിച്ചു തരാം. ബിക്കോസ് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും സാധനങ്ങളൊക്കെ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ആകെ വിശന്നിട്ട് എനിക്ക് വട്ടുപിടിക്കണം. ഒരു അമ്പലത്തിൽ പോകുന്നതിന്റെ ഡിസ്കഷനിലാണ്. ഫുഡ് കഴിക്കാൻ പോവാണേ. അച്ഛനമ്മയും കഴിച്ചതല്ലേ? അല്ല. ഓയ്യോ, നമുക്കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു. വൈ ഡിഡ് യു ഡു ദാറ്റ്? ഉണ്ട്. ഞാൻ കൺഫേം ചെയ്തു തന്നത് ഇല്ല, എനിക്കറിയാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു. പരിപ്പ് വട, പപ്പായ തോരൻ, ചീരക്കറി, പപ്പടം. അയ്യോ, പപ്പടമൊക്കെ താഴത്തോട്ട് പോയിട്ടോ. ഇനി ഫ്രൈംസ്, പിന്നെ കുഞ്ഞുവാവൻ അല്ലേ? സങ്കടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാരും ഇവിടെ കഴിക്കാനിരുന്നിട്ടാ. അതെന്താടാ കണ്ണാത്? ഫ്രയോൺസും പിന്നെ അവൻ കിരണ കൊണ്ട് കുത്തി പിടിച്ച് വാങ്ങിപ്പിച്ച സാധനങ്ങളാണ് അതൊക്കെ. അത് മുഖത്തടിക്കുന്നല്ലടാ, പേപ്പറിൽ കളർ ചെയ്തത്. അവന്റെ വിചാരം ഇത് എന്റെ കൊച്ചിന് ഇത് ഐഷാഡോ പാലറ്റ് ആയിട്ടാണ് ഇതിന് ഫീൽ ചെയ്യുന്നത്. അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ അത് വാട്ടർ കളർ വന്ന് പറഞ്ഞിട്ട് അവൾക്ക് അത് വിശ്വസിനേമില്ല. അവള് കാണിക്കുന്ന നോക്കി കണ്ണിലും മുഖത്തൊക്കെ ബ്ലഷും ഐഷാഡോ ഒക്കെ ഇടുക. കുറ്റം പറയാൻ പറ്റുമോ എന്റെ കൊച്ചിന്? പറ്റുമോ? നനച്ചിട്ടില്ല കേട്ടോ, വെറുതെ കാണിക്കുകയാണ്. അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അത് വൈറ്റിന്റെ അകത്ത് കിടന്നും പുറത്ത് വന്ന് കണ്ണു തുറന്നതിന് ശേഷം കാണുന്നത് ഇങ്ങനത്തെ സാധനങ്ങളും ഐഷാഡോ പാലറ്റ്, ബ്ലഷ് പാലറ്റ് ആയിട്ടൊക്കെയാണ്. അപ്പൊ അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊക്കെ അത് വാട്ടർ കളറാണ്, പക്ഷെ അവൾക്കത് ഐഷാഡോ പാലറ്റും ബ്ലഷ് പാലറ്റും ആണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ആരാന്ന് പറയോ? എൽസ. ഞങ്ങൾ ഈ പ്രാവശ്യം നഴ്സറി. പിന്നെ ആരാ അത്? എൽസയും ആന അല്ലേ? ആനെന്നാണ് ഞങ്ങൾ ഈ പ്രാവശ്യം. അത് എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ. ഈ പ്രാവശ്യം നമ്മൾ പ്ലേ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രോസൺ തീമിന്റെ സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചേക്കണേ. അതിന്റെ ഇടയിൽ കൂടി കിരണ കുത്തിപ്പിടിച്ച് വാങ്ങിച്ചതാണ് ഈ ക്രയോൺസ്. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ജസ്റ്റ് ടേക്കിംഗ് എ ഷോർട്ട് ബ്രേക്ക്. അതിനുശേഷം ഒരു 3-3:30 ആകുമ്പോഴത്തേക്കും ഇനി കുളിച്ച് റെഡി ആയിട്ട് വേണം നമുക്ക് അവിടെ പോകാൻ, ചോറ്റാനിക്കര പോകാൻ വേണ്ടി. അപ്പോൾ മുന്നേ ഒന്നും ഒരു അത്യാവശ്യമാണ് നമുക്കൊരു ബ്രേക്ക്. അത്യാവശ്യം എടുത്തേ പറ്റും, ഭയങ്കര ടയർഡായിട്ട്. ഹലോ എവ്രിബഡി. അങ്ങനെ നമ്മൾ വൈകുന്നേരം 4:30 ആയപ്പോഴത്തേക്കും 5-അംഗ സംഘം കൂടി ചോറ്റാനിക്കരയിലേക്ക് പോവുകയാണ്. ഇതുവരേക്കും മഴയില്ല. ഇനി ഞങ്ങൾ മഴ ഉണ്ടാവല്ലേ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടപ്രവർത്തന. കുടകളൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കതറിയില്ല, ഈ പ്രാവശ്യത്തെ വെക്കേഷൻ വന്നിട്ട് സാരി ഉടുക്കാനുള്ള ഒരൊറ്റ ചാൻസ് പോലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്, 5-6 കിലോ കൂടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ വെച്ചിട്ട് ഓക്കെ ആയി, സൈസ് കറക്റ്റായ ബ്ലൗസസ് ഒന്നും എനിക്ക് ഇവിടെ വന്നിട്ട് ഒട്ടും കയറാനില്ല. അതെനിക്ക് മനസ്സിലാവണില്ല എന്താണെന്നത്. ഞാൻ ഇട്ട് നോക്കിയിട്ടൊക്കെ കുറച്ച് അതൊക്കെ കൊണ്ടുവന്നത്. ഇന്ന് ഞാനപ്പോൾ ഒരു നല്ലൊരു ഓഫ് വൈറ്റിന്റെ നല്ല പേർപ്പിൾ ബോർഡറുള്ള സാരി ബ്ലൗസ് ഒക്കെ ഇടാന്ന് വെച്ചിട്ട് അത് കയറില്ല. ഓൾട്ടർ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും മെഷീൻ വർക്ക് ചെയ്യണില്ല. ഇതുപോലെ തന്നെയായിരുന്നു എന്റെ ഫ്രണ്ടിന്റെ മോന്റെ മീൻസ് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിറ്റിയിൽ പോയപ്പോ ഇത് തന്നെ പ്രശ്നമായിരുന്നു. ബ്ലൗസ് ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ സാധനം സെറ്റാ. പക്ഷെ അടിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ശരിയാവണില്ല. എന്നിട്ട് അടിച്ചിട്ടിട്ട് ശരിയാവുന്നില്ല, മൊത്തം കൊള്ളായിരുന്നു. അങ്ങനെ ഞാൻ 2-3 സാരിയും കൊണ്ട് വന്നിട്ട് ഇതൊന്നും എനിക്ക് ഉടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടാത്തൊരു വെക്കേഷൻ ആയി. എനിക്ക് ഭയങ്കര സങ്കടമായി. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമായി, ഉള്ളിത്തട്ടി. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ സാരിയൊക്കെ കൊടുത്തു പോയി. എനിക്ക് അമ്പലത്തെ സാരിയൊക്കെ കൊടുത്തു പോകാൻ വേണ്ടി ഭയങ്കര ഇഷ്ടം. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെ സാരി ഡ്രസ്സ് അങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് എൻ്റെ അങ്ങനെ കാഷ്വൽ ആയിട്ടുള്ള സാധാരണ കുർത്തകളും ഒന്നുമില്ല. ബേസിക്കലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വന്നത്. ഇതൊക്കെ മുന്നേ എപ്പോഴോ ഇവിടെ വെച്ചിട്ട് പോയ കുർത്ത ആയതുകൊണ്ട് കുഴപ്പമില്ല. എപ്പോഴോ വെച്ചിട്ട് പോയതാണ് മുന്നേ ഇവിടെ വെച്ചേക്കാം ഡ്രസ്സ്. ഇത് ഞാൻ ആക്ച്വലി അവിടെ കിടന്ന് പോയത് കേട്ടോ. ബാംഗ്ലൂരിൽ എവിടെ പോയി എന്നിട്ട് വിചാരിച്ച് തപ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഇവിടെ ഉണ്ടായിരുന്നു. ഇതുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഏതോ ഒരു നേരത്തില് എനിക്ക് ഒരു വൈറ്റ് ലെഗിങ്സ് വാങ്ങിച്ചു വെക്കാൻ വേണ്ടി തോന്നി ഈ പ്രാവശ്യം പുറത്ത് പോയപ്പോൾ. അതുകൊണ്ട് കുറച്ച് ബെറ്റർ ആയിട്ട് ഇരിപ്പുണ്ട്. എന്നാലും എനിക്കങ്ങനെ ഭയങ്കര വിഷമമായി. അങ്ങനെ കുഞ്ഞിയും അമ്മയും ഭയങ്കര
ഭയങ്കര ഡിറ്റോ മാച്ചിങ് ആണ് അവര്. ഓക്കെ, റെഡ് ബ്ലൗസും നല്ല ഈ കളറ് സ്കേർട്ടും സാരിയൊക്കെ ഇട്ട് അവരെ ഇരട്ട പറ്റ അച്ചമ്മേനെ ഒരമ്മ പറ്റ അച്ചമ്മയും കൊച്ചുമോളുമായിട്ട് ഇരിപ്പുണ്ടോ രണ്ടുപേരും? അല്ല ഉണ്ണിക്കുട്ടി, പക്ഷെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടതല്ല കേട്ടോ, ആക്സിഡന്റലി മാച്ചിങ് ആയതാ. അപ്പൊ എന്തായാലും നമ്മൾ കറക്റ്റ് 4:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോ നേരെ ചിറ്റണിക്കരെ അമ്മേനെ പോയി കണ്ട് കുറച്ച് അനുഗ്രഹം വാങ്ങാം. യെസ്, അങ്ങനെ നമ്മള് 5 മണി കഴിഞ്ഞപ്പോഴത്തെ 5:30 ആവാറായപ്പോഴത്തേക്ക് അമ്പലത്തിലെത്തി കേട്ടോ. വാവ ഉറങ്ങിപ്പോയായിരുന്നു. കുഞ്ഞ് ബൗബോനെ എടുക്കാം, കുഴപ്പമില്ല. നമ്മളിനി അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറട്ടെ കേട്ടോ. തിരക്കുണ്ട്, വെക്കേഷനൊക്കെ ആയതുകൊണ്ട്. ഹായ് എവറിബഡി. ഇവിടെ ഒരെണ്ണം കയറി നോക്കിയ മേത്ത് വഴിപാടിന്റെ ഒച്ച കേട്ട് പേടിച്ച് വിറച്ചിരിക്കുകയാണ് നമ്മൾ. യെസ്, അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തൊഴുതു, നന്നായിട്ട് തൊഴുതു. കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ മനോഹരമായിട്ട് തൊഴുതിട്ട്, അതാണ് സത്യം. എനിക്ക് നമ്മൾ മിക്കപ്പോഴും രാവിലെയൊക്കെ പറഞ്ഞോണ്ടേ ഭയങ്കര തിരക്കായിരിക്കും. ഈ സമയത്ത് വന്നിട്ട് നന്നായിട്ടുണ്ടായിരുന്നേ. പിന്നെ വലിയ തിരക്ക് അധികം വിചാരിച്ചത് ഞങ്ങൾ ഓടി കൊണ്ട് കയറി തൊഴുതു, നല്ല അടിപൊളിയായിട്ട് തൊഴുതു. അതിന് ഭയങ്കര സന്തോഷം. അതിൻ്റെ ഇടയിൽ ഒരു തട്ടി വീഴാൻ വേണ്ടി പോലായതുകൊണ്ട് ഈ കുഞ്ഞി പെണ്ണ് എൻ്റെ തോളത്ത് പോയി. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ ആ വണ്ടിയിൽ കയറി തിരിച്ച് നമ്മൾക്ക് ദീപാരാധന കിട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് 6 മണി ദീപാരാധന കിട്ടും. ആർക്ക് കിട്ടും? നമ്മളിനി ആമേടയിൽ പോകണ്ടല്ലേ, ആ കാര്യം ഞാൻ മറന്നു കേട്ടോ. ആമേടയില് ഇവിടെ നമ്മളുണ്ടല്ലോ ഒരു കടയില് നല്ല ഭംഗിയുള്ളൊരു അറിയില്ലേ, യെസ്, ഞങ്ങൾ അങ്ങനെ താഴത്തെ അമ്പലത്തിലൊക്കെ തൊഴുതു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോ നല്ല ഭംഗിയുള്ളൊരു എന്താ പറയാ, നമ്മുടെ ഗണപതിന്റെ കഥകളിയുടെ തല, കഥകളി ഭയങ്കര ഭംഗിയുണ്ടോ, കളർഫുൾ. അത് ഏത് വഴിയാണോ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് റൈറ്റ് മോനെയൊക്കെ എനിക്ക് അപ്പൊ ഹായ് നിറച്ച അപ്പൊ അങ്ങനെ അവിടെ ഞാനൊരു നല്ല ഭംഗിയുള്ളൊരു കഥകളിത്തല കണ്ടു. അപ്പൊ എനിക്കത് വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ ഏട്ടനും അമ്മയോട് പറഞ്ഞു 300 രൂപയുള്ളൂ, 300 എത്രയുള്ളൂ. അവിടെ ചെന്ന് ചോദിച്ചപ്പോ 1300 രൂപ. ഞങ്ങള് ആ എന്ന് പറഞ്ഞത് മനസ്സിലാവാഞ്ഞിട്ട് ആണല്ലേ, നന്നായി പോയി. ഈ ചുറ്റും വെള്ളമായിട്ട് താമസിക്കുന്ന ആൾക്കാർക്കാണ് കുറച്ചുകൂടി ടെൻഷൻ കൂടുക. അല്ലേ കുഞ്ഞമ്മ എന്തിയെ? ഓ കുഞ്ഞമ്മ ഇത്രയും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് മേത്ത് കയറി ഇരിക്കാണല്ലേ. ഷുണ്ടരി വാ വാ വാ, അമ്പലം അടച്ചു ഓടി വാ. എന്തൊരു ഭംഗിയാന്ന്. ഓക്കെ, ഇവിടെയാണ് പാർക്കിംഗ് കേട്ടോ അമ്മയുടെ അമ്പലത്തിന്റെ. എന്തൊരു ഭംഗിയല്ലേ. ഞാനിവിടെ അമ്മേനോടും കിരണോടും ചോദിക്കായിരുന്നു, ഞാൻ ഈ പാർക്കിങ്ങിന്റെ സൈഡിൽ വന്നവിടെ ഹായ് പുഴ എന്നൊക്കെ പറഞ്ഞു കിടന്ന്. പക്ഷെ അമ്മേനോട് കായലായിരുന്നു, പുഴയില്ലായിരുന്നു. അപ്പൊ എനിക്കത് കണ്ടത്തേക്കും ഭയങ്കര ബാക്കി തന്നെ ബാക്കിൽ തന്നെ കാണാൻ ഭയങ്കര ഭംഗിയില്ലേ. അപ്പൊ ഞാൻ നിങ്ങൾക്കൊക്കെ എന്ത് സന്തോഷം വരാത്തത്? എന്താ അമ്മ സന്തോഷം വരാത്തത്? അമ്മ സത്യം പറഞ്ഞിട്ട് പോയാൽ ഞങ്ങൾ അമ്പലത്തിൽ തൊഴാനോ വേറൊന്നും നിങ്ങൾ നോക്കില്ല. ഞങ്ങൾ ശ്രദ്ധ ഈ പോണത്തുകാർക്ക് വികാരമില്ലാത്ത ആൾക്കാരാണ്, മനസ്സിലാവും. അവരില്ല ഇങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അത്ര ഇതും അങ്ങോട്ട് ലൈറ്റായിട്ട് അങ്ങോട്ട് പെട്ടുപോയെന്നാണ്. ഇതിനത്ര വികാരങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടിട്ടുള്ള മനുഷ്യനാണ്. നിങ്ങൾക്കൊക്കെ കണ്ടെത്തിക്കൂടെ അങ്ങനെ? കണ്ടാ അവര് മിണ്ടുന്നില്ല, പ്രതികരിക്കാത്ത ആൾക്കാരാ. കണ്ടാടാ എടാ പശുമേനെ കണ്ടാ? ഇഷ്ടായോ? അടിപൊളി. കണ്ടാ പശുമേനെ കണ്ടാ? ഞങ്ങളിവിടെ ആമയുടെ ഗോശാലയിൽ വാവയ്ക്ക് പശുമേനെ കാണിച്ചു കൊടുക്കാൻ വന്നതാ. മറച്ചുണ്ടല്ലേ ബേബി? എന്തോ പറ്റി? കാലിൽ ചവിട്ടിയാവല്ലേ പഴവും? ഈ കുഞ്ഞിപ്പെണ്ണ് മനുഷ്യനെ ഇരട്ടിപ്പണിയാക്കാണ് ഇവിടെ. എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങണമില്ല, അടുത്തോണം നടക്കാൻ വേണം, ഏട്ടൻ്റെ കയ്യിലോട്ട് പോകണമില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ആരുടെയെങ്കിലൊക്കെ കയ്യിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മാത്രം കയറില്ല. എനിക്കാണെങ്കിൽ എടുത്ത് നടന്ന് മതിയായി അല്ലേ. നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ട് മടിയിൽ കയറിയിരിക്കണം. നീ ഇറങ്ങിപ്പെടാ. എന്തൊരു രസമല്ലേ. ആലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ എടുത്തിട്ട് ഭയങ്കര ഭംഗി. അങ്ങനെ നമ്മളുടെ പ്രദക്ഷിണം കഴിഞ്ഞു. നമ്മൾ എന്താ പറയുക, ദീപാരാധനയ്ക്കുള്ളിൽ നമ്മൾ ഇറങ്ങി, അല്ലെങ്കിൽ നമ്മൾ പിന്നെ കുറേ നേരം സ്റ്റക്കാവില്ലേ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു കേട്ടോ. പ്രസാദമൊക്കെ കിട്ടി, റെഡ് പായസമൊക്കെ വാങ്ങിച്ചു. ഇനി എനിക്ക് വെള്ളം കാണണം. എനിക്ക് വെള്ളത്തിൻ്റെ ഇവിടെ പോകണം. എനിക്ക് വെള്ളത്തിൻ്റെ ഇവിടെ പോയിട്ട് സമാധാനം വേണം. സമാധാനം അന്വേഷിച്ചൊരു യാത്രയിലാണ് ഞാൻ. തരുമോ? വാടാ നമുക്ക് സമാധാനം അന്വേഷിച്ച് പോവാം. എന്തൊരു ഭംഗിയാണ്, എന്തോ ഒരു ഭംഗിയാ കാണാൻ. ഞാൻ അമ്മയുടെ എപ്പോഴാണ് വന്നേക്കണമെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല സത്യമായിട്ടും. അത് എനിക്കറിയില്ല.
അതുകൊണ്ട് തന്നെ എനിക്ക് വന്നിട്ട് അവിടെ നടയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇറങ്ങി വരാൻ വേണ്ടി തോന്നുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര എന്തൊരു പ്രത്യേക ഫീല്. ഞാൻ വീണ്ടും ഇവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കുറേ നേരം അവിടെ പോയി നിന്നു. എന്തൊരു സറിയൽ ഫീലിംഗ്. എനിക്ക് ഇറങ്ങാൻ വേണ്ടി ഞാൻ ഇവർ പുറത്ത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ വേണ്ടി തോന്നണുണ്ടായിരുന്നില്ല. എനിക്ക് അവിടെ പ്രാർത്ഥിച്ചിട്ട് മതിയാവാത്ത ഒരു ഫീല്. എന്തോ ഒരു സന്തോഷം, കണ്ടിട്ട് നമുക്ക് കണ്ണെടുക്കാൻ പറ്റാത്ത മാതിരത്തൊരു സൗന്ദര്യം. പക്ഷേ ഞാൻ എപ്പോഴോ വന്നത്, എനിക്കൊരു കല്യാണത്തിനൊക്കെ മുന്നേ വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഉണ്ണിക്കുട്ടി കുഞ്ഞായിരുന്ന സമയത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്രാവശ്യം വന്നിട്ട് എനിക്ക് മുൻപ് എങ്ങും ഫീൽ ചെയ്യാത്ത ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിങ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ നേരം അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിന്നു. എന്തോ എനിക്കറിയില്ല, എന്തോ ഒരു സന്തോഷം, എനിക്കറിയില്ല കേട്ടോ, വല്ലാത്തൊരു ഫീലിംഗാണ് ഈ പ്രാവശ്യം. ഒരിക്കലും ഇല്ലാത്ത മാതിരി, ഐ ഡോണ്ട് നോ. പക്ഷെ ഭയങ്കര സമാധാനം നെഞ്ചിൽ കിട്ടിയ മാതിരത്തെ ഒരു ഫീല് സത്യം പറഞ്ഞാൽ. ആൻഡ് ഈ ഒരു വ്യൂവും കൂടി ആകുമ്പോൾ സോ ഗുഡ്, എവറിത്തിങ് മേക്സ് ബെറ്റർ എന്ന് പറയില്ലേ. സോ ഭംഗിയുള്ള സ്ഥലം, ഭയങ്കര ഭംഗി. അപ്പോൾ അതോടെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഇത് കണ്ടിട്ട് നമ്മൾ ചായ കുടിച്ചിട്ട് വീട്ടിൽ പോയി. അപ്പം ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദി നാട്ടിലെ വ്ളോഗ്സ്. ഇനി നമുക്ക് ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരത്തെ ബാക്കി വ്ളോഗ്സ് കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.